ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചട്ടിയൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ റിപ്പോർട്ടിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ കുറേ ആയി ഞാൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്ലാൻസ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പ്ലാൻസ് ഒന്നല്ല ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്, എങ്കിലും 2-3 പ്ലാൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിലൊരു സംഗതിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഈ ഒരു പ്ലാൻസൊക്കെ ആയിരുന്നു ഈ കലാത്തിയൊക്കെ ആയിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. നമ്മുടെ കലാത്തിയ സെബ്രീനൊക്കെ ആയിരുന്നു. പക്ഷേ അതിനൊക്കെ കുറച്ച് വലിയ പോട്ട് വേണം. അത്രത്തോളം വലിയ പോട്ടല്ലാത്ത ഒരു സൈസുള്ള പോട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു 5 പോട്ട് ഞാനിവിടെ വാങ്ങിയിട്ടുണ്ട്. 5 നല്ല റെഡ് കളറിൽ നല്ല ഉറപ്പുള്ള പോട്ടാണ് കേട്ടോ. 5 കളറിൽ നല്ലൊരു പോട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻസൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ചില സമയത്ത് നമുക്കതിന് സാധിക്കില്ല. കാരണം ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് മണലെല്ലാം സാധനം കിട്ടേണ്ട ഒരു അത്യാവശ്യം വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് നീണ്ടു. അല്ലെങ്കിൽ നമ്മൾ ചെടി മാറ്റാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാകും, പക്ഷേ നമുക്ക് പോട്ട് ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ചെടി ചില സമയത്ത് മാറ്റി നടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എടുത്തു വെച്ചത് നമ്മുടെ ചകിരിച്ചോറ്, അതായത് കൊക്കോപ്പിറ്റാണ് കൂടുതലായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് 5 ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 ചട്ടിയിലേക്കൊന്നല്ല നമ്മുടെ റിപ്പോർട്ടിങ് ചെയ്യാനുള്ള ചെടികളുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ചെടികളെക്കുറിച്ച്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു അഗ്ലോണിമ പ്ലാന്റും അതുപോലെ തന്നെ ഈ അഗ്ലോണിമ പിങ്ക് ലെഗസി പ്ലാന്റാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ 2 കലാത്തിയ പ്ലാന്റ്സും ഉണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 3 ചെടിയാണ്. 3 ചെടി തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പം ഒരു 7-8 ചട്ടിയിലേക്ക് നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സും വേറൊരു നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ പ്ലാന്റ്സ് ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കലാത്തിയ പ്ലാന്റ്സ് ഞാൻ കുറേ ആയി ഞാൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ള ചട്ടി കൊണ്ടുവന്നിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേരിച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേരിച്ചോറ് പിന്നെ നമ്മുടെ ഏതൊരു ചെടി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടോയെന്നാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ആ ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വെള്ളം കെട്ടി നിന്നിട്ട് ചെടി ചീഞ്ഞപ്പോൾ അപ്പോൾ ഇതിൽ ഒരു ഹോൾസ് കാണുന്നുണ്ട്, അതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഹോൾസ് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയി നിൽക്കണമെങ്കിൽ ഡ്രെയിനേജ് ഹോൾസ് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അത് എല്ലായിടത്തും ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മളൊന്ന് ഒരു ചെറിയൊരു കത്രിക കൊണ്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് ഹോൾസായിട്ട് നമുക്ക് വരും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു ചട്ടി ഇപ്പോൾ നിങ്ങൾ ഏത് ചെടിയാണെങ്കിലും ഇപ്പോൾ വേറെ ചെടി എന്താ പറയുക അഡീനിയം പ്ലാന്റ്സൊക്കെ നമ്മൾ നടുന്ന സമയത്ത് ഇങ്ങനത്തെ ചട്ടിയല്ല, ഒരു പരന്ന ചട്ടിയിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കോഡക്സിന് അത് വേണ്ടിയിട്ട് പരന്ന ചട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിലൊക്കെ ഞാനിപ്പോൾ എല്ലാത്തിലും 5 ചട്ടിയിൽ ഞാൻ ഹോൾസ് ഇട്ടിട്ടോ. പക്ഷേ നല്ല ഉറപ്പുള്ള ചട്ടിയാണ് കേട്ടോ ഇത്. നല്ല റെഡ് കുറച്ച് വലുപ്പമുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് മെറ്റൽ ഇട്ട് കൊടുക്കാം കേട്ടോ. മെറ്റലോ അല്ലെങ്കിൽ ഓട്ടുംകഷ്ണം അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനത് ഈ 5 ചട്ടിയിലേക്കും കുറച്ച് മെറ്റലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മെറ്റൽ ഇട്ട് കൊടുക്കുന്നത് എന്താണ്, നമ്മുടെ ഹോൾസ് മണ്ണൊക്കെ വീണിട്ട് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മെറ്റൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ഒരു ഹോൾസ് അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെറ്റലോ അല്ലെങ്കിൽ ഓട്ടും കഷ്ണോ അല്ലെങ്കിൽ ചകിരിയോ ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചെടിയെ ഈ ചെടിയാണിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെടി മാറ്റി നടുന്ന സമയത്ത് വേര് പൊട്ടാതെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ചെടിച്ചട്ടി ഒന്ന് തട്ടി കൊടുത്തിട്ട് വേര് പൊട്ടാത്ത രീതിയിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ പെർലൈറ്റ് ആണ് കേട്ടോ. ചകിരിച്ചോറാണ് കൂടുതൽ എടുത്തത്, അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പെർലൈറ്റ് ആണ്. പെർലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്കറിയാം ചകിരിച്ചോറൊക്കെ വെള്ളം വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നത്. അതുമല്ല ചെടികൾക്ക് നല്ലൊരു വായുസഞ്ചാരം ഉണ്ടാവും കേട്ടോ പെർലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. ഈ പെർലൈറ്റ് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റും, അതിൽ തന്നെ നേഴ്സറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിൽ നിന്നാണ്. എൻ്റെ ചെടി വീഡിയോസ് തന്നെ ഞാൻ പ്രൊഡക്റ്റ് കാണിക്കാറുണ്ട്. ആ പ്രൊഡക്റ്റ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പെർലൈറ്റ് അതിൽ തന്നെ കൗണ്ടങ് അതായത് ചാണകപ്പൊടി, നിങ്ങൾക്ക് ഉമി അങ്ങനെയുള്ള നമുക്ക് വേണ്ട ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുത്തു വെച്ച ചെടിയില്ല, ആ ചെടി ആണ് വെറും മണ്ണിൽ എന്താ പറയുക മണ്ണും മണലും മാത്രം, അതിലൊന്നും കൊടുക്കാനിട്ടാണ് കുറച്ച്
വൃത്തിയില്ല കേട്ടോ. അപ്പോൾ ഈ ചെടി ഞാൻ എന്നും കാണുമ്പോൾ വിചാരിക്കും ഒന്ന് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്താൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ റിസൾട്ട് 1 മാസം ആകുമ്പോഴേക്ക് ഞാൻ കാണിച്ചു തന്നിട്ട്. അപ്പോൾ ആ ചട്ടിയുള്ള ചെടി ഞാൻ 2 ഭാഗമാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഭാഗമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചെടി നമുക്ക് എന്ത് ചെയ്യണം, 2 അല്ലെങ്കിൽ 3 ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എടുക്കട്ടോ. അപ്പോൾ ഞാനിത് ഇതിൽ നിന്ന് ഊരിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ തട്ടിക്കളിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല വേരൊക്കെ ഉള്ളതാണ്. പിന്നെ വെയിറ്റ് ഉണ്ടാവില്ല കേട്ടോ. ചകിരിച്ചോറും പെർലൈറ്റൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വെയിറ്റ് കുറവാണ് ഉണ്ടാകുക കേട്ടോ ചെടിക്ക്. ഇതിന് നമുക്ക് അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പിങ്ക് ലെഗസി അഗ്ലോണിയം അല്ലേ, അപ്പോൾ ആദ്യത്തെ മണ്ണാണ് കേട്ടോ അവിടെ വീണിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചകിരിച്ചോറായി. അതുപോലെ തന്നെ വേറെ എന്താണ്, പെർലൈറ്റും മണ്ണുമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ചാണകപ്പൊടി തീർന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും സൂപ്പറാവും കേട്ടോ. നിങ്ങൾ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ചാണകപ്പൊടി അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിലൊക്കെ നമ്മളെ ചെടി നല്ല രീതിയിൽ വളരും കേട്ടോ. അല്ലെങ്കിൽ എല്ലുപൊടി വേണമെന്നില്ല, നിങ്ങൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലൊക്കെ കണ്ടില്ലേ ബാസാക്കോട്ട ഫെർട്ടിലൈസർ അവിടെ പറ്റി കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കുന്ന പിന്നെ ഇതും ഞാൻ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 തട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ ഇങ്ങ് വരും കേട്ടോ. നല്ല ഡ്രെയിനേജ് ഹോൾസുള്ള പോട്ടാണ് കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊരു ഓട്ടും കഷ്ണമൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ചെടി നട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ഒരുപാട് തൈകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 3 ചട്ടിയിലേക്ക് നടാനാണ് വിചാരിക്കുന്നത്. അതുപോലെ ഇത് 2 ചട്ടിയിലേക്ക്, ഇത് ഒരുപാട് ഓരോന്നോരോന്ന് നട്ടിട്ടുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ തൽക്കാലം 2 ചട്ടിയിലേക്ക് അത് നട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ മറ്റേ ചെടിയിൽ മറ്റേ കലാത്തിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് വീണിട്ടുള്ള ആ മണ്ണോ ബാക്കി പെർലൈറ്റ് ചകിരിച്ചോറ് മാത്രമാണ് കേട്ടോ ഇതിലുള്ളത്. അതിലേക്ക് നമ്മൾ ചാണകപ്പൊടി ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ബാസാക്കോട്ട ഫെർട്ടിലൈസറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബാസാക്കോട്ട ഫെർട്ടിലൈസർ നമുക്കറിയാം ഒരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ്. അത് നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മൂലകങ്ങളും അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ചെടി അതിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് നമ്മൾ ഓരോ ചട്ടിയിലേക്ക് നമ്മൾ ചെടി വെച്ചിട്ട് മണ്ണ് നിറച്ച് കൊടുക്കാം കേട്ടോ. മണ്ണെന്ന് പറയുമ്പോൾ ആ ഒരു പോട്ടി മിക്സ് നമ്മൾ നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലുള്ളത് നമുക്കറിയാം ചകിരിച്ചോറ്, മണ്ണും മണലും മിക്സ് ചെയ്ത ആ ഒരു പിന്നെ നമ്മുടെ പെർലൈറ്റാണ് കേട്ടോ. ആ മണ്ണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് ഊരിയെടുത്തപ്പോൾ അതിലുള്ള ചട്ടിയിലുള്ള മണ്ണും മണലാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തത്. വേറെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൽ ഞാൻ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ റെഡ് കളറിൽ ആ ഒരു റാറ്റിൽ സ്നേക്ക് പിന്നെ കലാത്തിയ പ്ലാന്റ്സ് വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഓരോ ചട്ടിയിലും കണ്ടില്ലേ മെറ്റലിട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണിട്ടിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ഉണ്ടാകുക. പക്ഷേ ഞാൻ ചെയ്യുന്ന രീതി ഇപ്പോൾ ഒരു ചെടിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇതിപ്പോൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കട്ടോ. ഇത് നല്ല ഒരുപാട് തൈകളുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊരു 2-3 ചട്ടിയിലേക്ക് ആക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് നട്ടുകൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ചട്ടിയിലാക്കിയിട്ട് അടുത്ത റിപ്പോർട്ടിങ്ങിൽ നമുക്ക് ഈ 2 ചട്ടിയിലാവുമ്പോൾ നമുക്ക് എത്ര ആവും, 4 ചട്ടിയാവല്ലേ. അങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് പോയാൽ മതി. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തൈകൾ അടർത്തി മാറ്റിയിട്ട് നമുക്ക് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ചെയ്യാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് വെക്കുമ്പോൾ അത്രത്തോളം ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി തൈകൾ വെച്ചിട്ടുള്ള അപ്പോൾ ആ ഒരു പ്ലാന്റ്സ് നമ്മൾ 2 ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. നല്ല ശക്തിയിൽ നമ്മൾ സൈഡിലൂടെ, അതായത് വേരിലല്ല സൈഡിലൂടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ 2 നിറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ മറ്റുള്ള ചട്ടികളൊക്കെ പിന്നെ ചെടികൾ നട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചെടി അങ്ങനെ തന്നെ വെച്ചിരിക്കാതെ, അതായത് പിന്നെ ബുഷിയായിട്ട് കാണാനാണ് ഭംഗിയെങ്കിലും നമ്മളെ ചെടി ബുഷിയാകല്ല. നമ്മൾ നന്നായിട്ട് നോക്കുന്നത് കൊണ്ട് തന്നെ മാസത്തിലൊരിക്കൽ ഫെർട്ടിലൈസർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തീരെ അഗ്ലോണിമ പ്ലാന്റ്സിനും കലാത്തിയ പ്ലാന്റ്സിനും വെയിൽ ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ അഗ്ലോണിമിനെക്കാട്ടും കലാത്തിയ പ്ലാന്റ്സിന് തീരെ വെയിൽ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ചെടികളും വീഡിയോൻ്റെ ലെങ്ത്ത് കൂടേണ്ട വിചാരിച്ചിട്ട് എല്ലാ ചെടികളും നട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് 3 പിങ്ക് ലെഗസി പ്ലാന്റ് 3 ചട്ടിയിൽ, അതായത് ഒന്ന് നമ്മൾ പിന്നെ ഈ ഒരു കലാത്തിയ ഊരിയെടുത്ത ചട്ടിയിലും അങ്ങനെ 3 ചട്ടിയിലാക്കി വെച്ച് മറ്റേത് ഇത് 2 ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഈ ഒരു ചെടി നമ്മൾ ഊരിയെടുത്ത ആ ചട്ടിയുടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നു കേട്ടോ. അതിലേക്ക് ഞാനൊരു ബിഗോണിയൻ്റെ തൈയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബിഗോണിയൻ്റെ ഇത് റെക്സി ബിഗോണിയാണ്. റെക്സി ബിഗോണിയിൽപ്പെട്ട ബ്ലാക്ക് ബിഗോണിയാണ്.
പിന്നെ ആ ഒരു പ്ലാന്റും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് പോട്ടി മിക്സ് ബാക്കിയുണ്ടേനു കുറച്ചും കൂടി പോട്ടി മിക്സും കൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ശരിക്കും ഈ ചട്ടിയിലല്ല കേട്ടോ വേണ്ടത്. തൽക്കാലം ഞാൻ വെച്ച് കൊടുക്കുകയാണ്. കാരണം നമുക്ക് ഈ ഒരു ചെടിക്ക് നമുക്ക് ഒത്തിരി വലുപ്പമുള്ള ചട്ടി തന്നെ വേണം കേട്ടോ. കുറച്ച് നല്ല വലുപ്പമുള്ള ചട്ടിയിൽ വെച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടില്ല, എല്ലാം നമ്മളിപ്പോൾ 3 ചെടി ആയിട്ട് നമുക്കിപ്പോൾ എത്ര ചെടിയിലേക്ക് വന്നിട്ടുണ്ട്, നമുക്ക് 7 ചട്ടിയിലേക്ക് വന്നിട്ടുണ്ടല്ലേ. 3 ചെടിച്ചട്ടിയിൽ നിന്ന് എടുത്തത് നമുക്ക് 7 ചട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് എക്സ്ട്രാ നമുക്ക് ചട്ടി കിട്ടിയത് കൊണ്ട് ഒരു ബിഗോണിയ പ്ലാന്റ്സ് കൂടി, അങ്ങനെ 8 ചട്ടിയിലേക്ക് നമ്മുടെ ചെടി ആയിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. റെഡ് പോട്ടിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയാനുള്ള സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ, നല്ല സുന്ദരി ആയിട്ടുണ്ട് ഈ ചെടി. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഭംഗിയുണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലെന്താ ചെയ്യുക, നമ്മൾ ഏത് ചെടി നട്ട് കൊടുത്താലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അല്ലേ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വെള്ളത്തിൽ ഇതും കൂടി ആഡ് ചെയ്യാൻ പോകാം കേട്ടോ. കാരണം നമ്മളെ ചെടി നമ്മൾ ഇതിൽ വേരൊന്നും പൊട്ടാത്തത് കൊണ്ടാണ്. വേരൊക്കെ പൊട്ടിയിട്ട് അഡീനിയം പ്ലാന്റ്സ് അല്ലെങ്കിൽ ചില സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സാഫ് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇതിൽ വേര് മാത്രമേ കൊണ്ട് ഇതിൽ നമ്മൾ കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ എടുത്ത് വെച്ച വെള്ളത്തിലേക്ക് കുറച്ച് സാഫ് കലക്കിയിട്ട് ഒഴിക്കാൻ പോകണം കേട്ടോ. എത്രത്തോളമൊന്നും വേണ്ട, നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് നല്ല കട്ടിയിലുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നമുക്ക് നമ്മുടെ വെള്ളത്തിന് പകരം ചെടിയിലേക്ക് ആക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വേരിലോ മണ്ണിലോ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സാഫ് നമുക്ക് നഴ്സറിയിൽ നിന്ന് അതിൽ തന്നെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെടി വളർത്തുന്നവരുടെ കയ്യിൽ നിർബന്ധമായിട്ടുണ്ടാവേണ്ട ഒരു സംഗതിയാണ് എന്ത്, സാഫ് ഒരു ഫംഗിസൈഡാണ്. അത് ഒരു എന്താ പറയുക സർവ്വരോഗ സംഹാരി എന്ന് പറയുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ചെടികൾക്ക് വരുന്ന എല്ലാ രോഗങ്ങളെയും ഒരു പരിധി വരെ മാറ്റാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ സാഫ് എന്ന ഫംഗിസൈഡ് കേട്ടോ. ഫംഗൽ ഇൻഫെക്ഷൻ എന്നൊക്കെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലയിൽ കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിൽ ചെടിയിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. മണൽ പിന്നെ ചാണകപ്പൊടിയൊക്കെ. ഇപ്പോൾ ചാണകപ്പൊടി കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ബാസാക്കോട്ട ഫെർട്ടിലൈസർ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് NPK ഉണ്ടെങ്കിൽ NPK ഒരു നുള്ളെടുത്തിട്ട് നമ്മളെ പോട്ടി മിക്സിൽ ആഡ് ചെയ്തിട്ട് NPK എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. NPK ഉണ്ട്, ബോൺ 19 ഒക്കെ ഉണ്ട്. അപ്പോൾ ബാസാക്കോട്ട ഫെർട്ടിലൈസർ ഞാൻ ഇട്ട് കൊടുത്ത് കേട്ടോ. അപ്പോൾ ചെടി ഇപ്പോൾ നമ്മളൊരു തണലത്ത് കൊണ്ടുപോയി വെക്കുക. തണലത്താണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ കുറച്ച് നല്ല വെള്ളം ഒന്നും വീഴാത്ത, ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം വീഴാത്ത സ്ഥലത്ത് നമ്മൾ പുതുതായിട്ട് നട്ട് കൊടുത്തല്ലേ. അപ്പോൾ നമ്മൾ ഒരു സൺഷെയ്ഡിൻ്റെ അടിയിലാക്കി വെച്ച് കൊടുക്കുക. കയ്യിലത് കണ്ടില്ല സാഫ്. അപ്പോൾ സൺസൈഡിൻ്റെ അടിയിലാക്കി നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 2 ആഴ്ച ആകുമ്പോഴേക്ക് ഇതിലെന്ത് ചെയ്യുമോ, 2 ആഴ്ച ആകുമ്പോഴേക്ക് തന്നെ ഇത് പിടിച്ചിട്ട് നന്നായിട്ട് പുതിയ തളിരിലെയും പുതിയ ബേബി പ്ലാന്റ് ഒക്കെ ഉണ്ടാവട്ടെ. ഈ സാഫ് നമുക്ക് ഇന്ന് സമയമില്ല, നാളെ നമുക്ക് നമ്മുടെ ചെടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്